ഞങ്ങൾ അവിടെ കണ്ട കാഴ്ച എന്താണെന്ന് എനിക്കറിയോ? പറഞ്ഞാൽ ഞാനിന്റെ പരിപാടി ഒന്നുമില്ല. കാട്ടിൽ കാട്ടവതാരം എന്ന് വേണം പറയാം. ഒരു ആവറേജ് പടം അല്ലെങ്കിൽ അതിലും താഴെ നിൽക്കുന്നൊരു പടം എന്ന് വേണമെങ്കിൽ പറയാം. അക്കാര്യത്തിൽ സംശയമില്ല. ഇതൊരു നടക്ക് പോണ കേസല്ല. പോരാ, പുള്ളിയെ കൊണ്ടൊന്നും പറ്റുന്നില്ല. പുള്ളി എടുക്കാൻ പറ്റാത്ത ഒരു ക്യാരക്ടർ കൊണ്ട് തല വെച്ചു കൊടുത്ത രീതിയിലായി. അയ്യോ അങ്ങനെ പറഞ്ഞൂടാ, പിന്നെ ഞാൻ എന്തിനു വന്ന? ഒന്നുമില്ല പ്രത്യേകിച്ച് പടത്തിൽ. ഒരു ഹൈ മൊമെന്റോ ഒരു ഇമ്പാക്റ്റോ ഒന്നുമില്ലാതെ ഭയങ്കര പ്ലെയിൻ ആയിട്ടാണ് ഈ ഒരു പടം പോവുക. സത്യം പറയുള്ളൂ. ഒക്കെ ഉണ്ട്, പക്ഷെ അതൊന്നും വലിയ നമുക്കൊരു എഫക്ട് കിട്ടുന്നില്ല. പിന്നെ എല്ലാവരും നിർഗുണമായ രീതിയിലാണ് നമ്മൾ തിയേറ്ററിൽ കണ്ടത്. എനിക്ക് മതിയായി. അനാൻഷാക്കെ കൊണ്ടുവന്ന് ഡമ്മിയെ കൊല്ലം നിർത്തിയിരിക്കും. പെർഫോമൻസ് കണ്ടിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ കൈയടിക്കണം, പക്ഷെ തിയേറ്ററിൽ ഒരു ശകലം പോലും അനങ്ങി. മറ്റു വർക്കുകളൊക്കെ ഗംഭീരായിരുന്നു. ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പടോടെ ഒരു കുറെ ആക്ഷൻ കുത്തി കയറ്റി നിറച്ചേക്കുന്ന ഒരു കണ്ടോണ്ടിരിക്കുന്ന സമയത്ത് തലവേനിക്കും കേട്ടോ. ഒരാള് 2-3 പേര് നല്ല അമൃതാഞ്ജനോ അതൊക്കെ കൊണ്ടുപോകണം. നല്ല ഇത് ഓവർ ഡൂയിങ് ആയെന്ന് മാത്രമല്ല, ഒരു പരിധി കഴിഞ്ഞപ്പോഴും ഇത് ഒരു ശബ്ദ മലിനീകരണമായി മാറി. കാര്യം വിട്ടുപോയി. ഇത് ആളുകളായിട്ട് കണക്ട് ആവുന്ന, പ്രത്യേകിച്ച് മലയാളി ഓഡിയൻസിന് കണക്ട് ആവുന്ന തരത്തിലുള്ള ഒരു തരത്തിലുള്ള എഴുത്തും പരിപാടിയും സീൻസും എലിവേഷൻസും ഇമോഷൻസും ഒന്നും നടന്നിട്ടില്ല. ഒരു പരിചയമില്ലാത്ത ആൾക്കാരെ വിളിച്ച് തെറി വിളിക്കാം. മറ്റേ രവി ബ്രസൂർ അണ്ണന്റെ ടിപ്പിക്കൽ ബഹളത്തില് കുറെ ഫൈറ്റ് സീക്വൻസസും ഉണ്ട്. അധികം ഓവറാക്കണ്ട. ഇതിൽ ബദിരനും മൂകനോ സംസാരശേഷിയില്ല. മല പോലെ വന്നത് എലി പോലെ പോയി. എന്തെല്ലാം പ്രതീക്ഷകളായിരുന്നു. എങ്ങനെ ഇരിക്കണം? അപ്പൊ ഞാൻ പോട്ടെ.